മെയ് മാസം ഞങ്ങളെ സംബന്ധിച്ച് ഏറ്റവും പ്രത്യേകതയുള്ള മാസമാണ് കേട്ടോ. ശരിക്കും ഞങ്ങൾ ആഘോഷങ്ങൾ തുടങ്ങുന്നത് ജയ്ഷേന്റെ ബർത്ത്ഡേയോടുകൂടിയാണ്. ലോകത്തെ എല്ലായിടത്തും മെയ് 1 തൊഴിലാളി ദിനം ആഘോഷിക്കുമ്പോൾ ഞങ്ങൾ ആഘോഷിക്കുന്നത് ജയകൃഷ്ണേട്ടന്റെ ബർത്ത്ഡേ ആണ് കേട്ടോ. അച്ഛനമ്മമാരുമായിട്ട് പുറത്തുപോയി ഫുഡ് കഴിക്കുക, ഇതായിരുന്നു ഞങ്ങൾക്കുണ്ടായിരുന്ന ഒരു പ്ലാൻ. അങ്ങനെ അതിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ വിരാജ് റിട്രീറ്റിലേക്ക് എത്തുന്നത്. ദേ കേശുവിന്റെ ഈ ഓട്ടം കണ്ടോ? നല്ല പെടയ്ക്കുന്ന വരാലിനെ പിടിച്ച് കറി വെച്ച് തരാമെന്ന് പറയുന്ന കേട്ടോണ്ട് അതിനെ പിടിക്കാനുള്ള പോക്കാണ് കേട്ടോ. കേട്ട പതി ഞങ്ങൾ എല്ലാവരും പുറകെ വെച്ച് പിടിച്ചു. നീ നോക്കിയേ, ഇവിടെ തന്നെയുള്ള നല്ല മുഴുത്ത കുറേ വരാലുകളെ കണ്ടോ. ഇതിൽ നിന്ന് നല്ല സൈസ് നോക്കി ഒരെണ്ണത്തിനെ തന്നെ ഞങ്ങൾ സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഫുഡിനായിട്ടുള്ള കാത്തിരിപ്പാണ് കേട്ടോ. ബർത്ത്ഡേ എന്ന് പറയുമ്പോൾ അവിടെ ഒരു സർപ്രൈസ് ഇല്ലെങ്കിൽ എന്താ ഒരു രസമുള്ളത്. ഞാനും ജയ്ഷേനും ഒരു കുഞ്ഞ് സർപ്രൈസ് കൊടുക്കാൻ തീരുമാനിച്ചു. ദേ ഒരു കേക്ക്. ശരിക്കും ആളൊട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ജയ്ഷേട്ടൻ മാത്രമല്ല, അച്ഛന്മാരും അമ്മമാരും ആരും തന്നെ ഇങ്ങനൊരു കേക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നു തീരെ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. സന്തോഷപൂർവ്വം ഞങ്ങൾ ആ കേക്ക് കട്ട് ചെയ്തു. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഉച്ചയ്ക്കാണ് ഞാൻ വിളിച്ച് ഈ ഒരു കേക്കിന് ഓർഡർ കൊടുക്കുന്നത് കേട്ടോ. ശരിക്കും ഒട്ടും പ്രതീക്ഷിച്ചില്ല കേക്ക് കിട്ടുമെന്ന്. പക്ഷേ അവരൊരു മടിയും കൂടാതെ അത് അറേഞ്ച് ചെയ്ത് തരാമെന്ന് സമ്മതിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു ബർത്ത്ഡേ സർപ്രൈസ് ഇത്രയും കളറാക്കാൻ സഹായിച്ചതിന് വിരാജ് റിട്രീറ്റിന് ഒരു സ്പെഷ്യൽ താങ്ക്സ് ഉണ്ട് കേട്ടോ. കാത്തിരുന്ന് ഞങ്ങളുടെ സ്പെഷ്യൽ ഐറ്റംസ് എല്ലാം എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. വാഴയിലയിൽ വരട്ടിയ നല്ല ഒന്നാന്തരം കുമ്പങ്കോട് ബീഫ് റോസ്റ്റും അതുപോലെ തന്നെ നേരത്തെ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്ത വരാലും മസാല ഫ്രൈയും ഒക്കെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഡിന്നറ് ഞങ്ങൾ കുശാലാക്കി. ഓരോ ജ്യൂസും കൂടെ കുടിച്ചിട്ട് ഞങ്ങൾ വിരാജ് റിട്രീറ്റിനോട് ബൈ പറഞ്ഞിട്ടോ. നമ്മുടെ പ്രിയപ്പെട്ടവർക്കായിട്ട് ഓരോരോ കുഞ്ഞു കുഞ്ഞു സർപ്രൈസുകൾ ഒരുക്കുന്നതിൻ്റെ ഒരു ത്രില്ലുണ്ടല്ലോ, ആ ഒരു രസത്തിലായിരുന്നു കേട്ടോ ഞാൻ ശരിക്കും. എന്തായാലും ഈ ഒരു വൈകുന്നേരം ഞങ്ങൾ എല്ലാവരും കൂടി ചേർന്ന് അങ്ങ് കളറാക്കി. അങ്ങനെ ഒരുപാട് സന്തോഷത്തോടു കൂടി മനസ്സ് നിറഞ്ഞുകൊണ്ട് ഞങ്ങൾ വിരാജ് റിട്രീറ്റിനോട് ബൈ പറഞ്ഞിട്ടോ.